ഈശ്വര മറ്റേത് ഓൺ ചെയ്യാൻ തരുന്നു. ആണോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഓൺ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ. നവംബർ 2 മുതൽ +1 ക്ലാസ് ആരംഭിക്കുകയാണ്. നേരിട്ട് സ്കൂളിൽ പോയി ക്ലാസ് കേൾക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ ഡിജിറ്റൽ ക്ലാസ് ആണ് ഉള്ളത്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ VHSCയുടെ 1ാം വർഷ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് VHSC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും CGCCയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന നവീന പരിപാടിയാണിത്. ഈ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നത് ആതിര അജി, സെക്കൻഡ് ഇയർ MLT. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ G. രവീന്ദ്രനാഥ് കുട്ടികൾക്ക് നൽകുന്ന സന്ദേശമാണുള്ളത്. അതിൻ്റെ വീഡിയോ നമുക്ക് നോക്കാം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും കേരള പിറവി ദിനാശംസകൾ. നവംബർ 2 മുതൽ +1 ക്ലാസ് ആരംഭിക്കുകയാണ്. നേരിട്ട് സ്കൂളിൽ പോയി ക്ലാസ് കേൾക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ ഡിജിറ്റൽ ക്ലാസ് ആണ് ഉള്ളത്. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, ക്ലാസ് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. കേൾക്കുമ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ഒരു പുസ്തകം കയ്യിൽ വെച്ച് കുറിച്ചെടുക്കുക. അത് സംശയം തീർക്കാൻ പറ്റുമോ എന്നറിയാൻ വിക്ടേഴ്സ് ചാനൽ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കാണാം. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കാണാം. പലതവണ ക്ലാസ് നമുക്ക് കാണാൻ പറ്റും. അതും കഴിഞ്ഞ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കാം, അവർ അതിന് മറുപടി പറയും. ഒപ്പം നിങ്ങളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നിരിക്കുക. +1 തുടർന്ന് +2, ഇനി ഇതാ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ ആകും. അപ്പോൾ എന്താണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് മനസ്സിലാവണം. 10ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതേ വിഷയങ്ങളൊക്കെ തന്നെയാണ് മിക്കവാറും ഉയർന്ന ക്ലാസ്സുകളിൽ ഉണ്ടാവുക. പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിൽ ആ വിഷയങ്ങളിലെ ആശയങ്ങൾ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കണം. ഇതാണ് വ്യത്യാസം.
അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ +1-നും +2-നും ഡിഗ്രിക്ക് എത്തുമ്പോൾ അതങ്ങനെ ആഴത്തിലേക്ക് പോകും. ഇത് മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തോന്നും 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ വിഷയം തന്നെയാണല്ലോ +1-നും വരുന്നത്, അതുകൊണ്ട് അന്ന് പഠിച്ച പോലെ തന്നെ പഠിച്ചാൽ പോരാ. അതാണ് അവിടെ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് പരീക്ഷ വരിക. വിഷയം കേട്ടിട്ടുണ്ടോ എന്നല്ല, വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടോ നിങ്ങൾ, അതാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പഠനം, പിന്നീടുള്ള നിങ്ങൾ ആ വിഷയം ഉപയോഗിക്കുന്ന എവിടെയാണോ അവിടെയൊക്കെ അന്വേഷിക്കുക നിങ്ങൾ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതാണ് ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ ആഴത്തിലേക്ക് പോകാനുള്ള വഴി എന്താ? ഏറ്റവും നല്ല വഴി വായനയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് കേട്ടു, നോട്ട് എഴുതി, പഠിച്ചു, അതേ വിഷയത്തിലുള്ള എത്ര പുസ്തകങ്ങളോ ലേഖനങ്ങളോ ഉണ്ടോ അതൊക്കെ വായിക്കുക. അപ്പോൾ വായനയിലൂടെയാണ് നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ. പിന്നെ നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള നിങ്ങളുടെ കൂട്ടുകാരോ അധ്യാപകരോ അച്ഛനോ അമ്മയോ അവരോട് ചോദിക്കുക, ചർച്ച ചെയ്യുക. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിവരശേഖരണമാണ് കൂടുതൽ, അറിവുകൾ ശേഖരിച്ചു വയ്ക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിൽ അത് അറിവാക്കി മാറ്റുന്ന പ്രക്രിയയാണ്, ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റുന്നത്. അതിനെന്താ വഴി? അതിനുള്ള വഴി ആ വിഷയത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സ്വയം ചോദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്, അന്വേഷണം ഉണ്ടാകുക എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ കേട്ടിരിക്കലല്ല, കേൾക്കുമ്പോൾ മനസ്സിലത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉണ്ടാകുക. അപ്പോൾ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. എൻ്റെ ഷർട്ടിൻ്റെ നിറം എന്താ? പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയുക പച്ചയാണ്. അത് വിവരമാണ്. അറിവിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരണം, എന്താ മാഷിട്ട ഷർട്ടിന് പച്ച നിറം? നിങ്ങളുടെ ഷർട്ടിന് പച്ച നിറം അല്ലല്ലോ. അത് നിറം എന്ന മേഖലയിൽ അറിവിലേക്കുള്ള അന്വേഷണമാണ്, അറിവിലേക്കുള്ള യാത്രയാണ്. ആകാശത്ത് നോക്കുമ്പോൾ നീല നിറം കാണുന്നു, പക്ഷെ കാർമേഘം വരുമ്പോൾ അതിൻ്റെ നിറം കുറയുന്നു, മഴവില്ല് കാണുമ്പോൾ വേറൊന്നാകുന്നു. അത് കാണുമ്പോൾ ഇതാണ് എന്ന് പറയാൻ എളുപ്പമാണ്, ആർക്കും പറ്റും. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം അവിടെയുള്ള അന്വേഷണം. എന്താണ് വ്യത്യാസം? അന്വേഷണത്തിൽ വിവരങ്ങൾ അറിവായിട്ട് മാറും. അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ ആ അറിവ് ജ്ഞാനമായിട്ട് മാറും, കൂടുതൽ അന്വേഷണം. അപ്പോൾ പുതിയ ആശയങ്ങളുണ്ടാകും, ഗവേഷണത്തിലൂടെ ആശയങ്ങളുണ്ടാകും. അപ്പം ഇത്ര ഉയരത്തിലേക്ക് നിങ്ങളുടെ അക്കാദമിക് ഭാവം ഉയരണം. അന്വേഷണം, സ്വയം ചോദ്യം ചോദിക്കുക, ചിന്തിക്കുക, ഇതാണ് വളരാനുള്ള വഴി. സംവദിക്കുക, സംവാദാത്മകമാകണം പരസ്പര ബന്ധങ്ങൾ. അങ്ങനെ വിവരത്തിൽ നിന്നും അറിവിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ തുടങ്ങുന്നത്. വിവരങ്ങളിൽ നിന്നും അറിവിലേക്കുള്ള യാത്ര, ഇതാണ് ഉന്നത വിദ്യാഭ്യാസം. അവിടെ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള യാത്ര, അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം. അതിൻ്റെക്കാൾ ഉയർന്ന തലത്തിലേക്ക് എത്താൻ എല്ലാവരും ശ്രമിക്കണം. 2-ാം തീയതി മുതൽ ഈ യാത്രയ്ക്കാണ് നിങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. അതിന് എല്ലാവരും ശ്രമിക്കണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആഗ്രഹിക്കുന്നത് ഇതാണ്. പുതിയ നല്ല ദൈക്ഷണിക ധാരണയുള്ള നല്ല ഒരു തലമുറ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു തലമുറ. ഇതിനെല്ലാവരും നല്ലതുപോലെ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി നമുക്ക് സന്ദേശം നൽകുവാനായിട്ട് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ ജീവൻ ബാബു IAS സാറിനെ ക്ഷണിക്കൂ. ഏവർക്കും നമസ്കാരം.
ഞാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു കെ. +1 ക്ലാസ്സുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ മാറ്റങ്ങളുമായിട്ടാണ് ഈ വർഷത്തെ +1 ക്ലാസ്സുകൾ തുടങ്ങുന്നത്. കേരളത്തിലെ 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും NSQF അധിഷ്ഠിത പാഠ്യപദ്ധതിയിലേക്ക് മാറുകയും പുതിയ കോഴ്സുകളുമായിട്ടാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇപ്രകാരം പുതിയ കോഴ്സുകളെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും മനസ്സിലുണ്ടാകുന്ന സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നതിനായി നവീനം 2020 എന്ന പേരിലൊരു പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും ആദ്യമായിട്ട് സ്വാഗതം നേരുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കൂളുകൾ വഴിയായി ഒത്തിരിയേറെ അക്കാഡമിക് പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. കൊറോണയുടെ കാലഘട്ടത്തിൽ സ്കൂളിലെ പൂർണ്ണമായിട്ടുള്ള വിദ്യാഭ്യാസം സാധ്യമാകുന്നില്ലെങ്കിലും ഓൺലൈൻ മാധ്യമത്തിലൂടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വിക്ടേഴ്സ് ചാനൽ വഴിയായും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഓരോ കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ തൊഴിൽ സാധ്യതകൾ, ഉപരിപഠന സാധ്യതകൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വിവിധ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യുന്നതിനായി അധ്യാപകരും വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമെല്ലാം തയ്യാറായിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും നമ്മുടെ അധ്യാപകർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു നല്ല അധ്യയന വർഷം നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അടുത്തതായി സ്വാഗതമാണ്. അത് ഞാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഞാനിവിടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. അതുകൂടാതെ CGCC കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ചാർജും ഉണ്ട്. കരിയർ മാസ്റ്ററും കൂടിയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീമതി രാജലക്ഷ്മി അമ്മ ടീച്ചർ, ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ S. രാജേഷ് സാർ, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ VHSC 1ാം വർഷത്തിലേക്ക് പുതുതായി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ. ഈ നവീനം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് CGCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നവീനം. ഇത് സാധാരണയായി മെയ് മാസത്തിലാണ് നടത്താറുള്ളത്. VHSCയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും VHSC എന്താണ്, അതുപോലെ തന്നെ അതിലെ കോഴ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ തുടർ പഠന പദ്ധതികൾ എന്തൊക്കെയാണ്, തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് ഈ നവീനം എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇതിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീമതി രാജലക്ഷ്മി അമ്മ ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ S. രാജേഷ് സാറിനെ നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസർ ശ്രീ അനീഷ ടീച്ചറിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ VHSCയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പുതിയ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കളെയും ഈ യോഗത്തിലേക്ക്, ഈ മീറ്റിങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി സ്കൂൾ വീഡിയോ ആണ്. നമ്മുടെ സ്കൂളിൻ്റെ തനത് പ്രവർത്തനങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. മാവേലിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവിതാംകൂറിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട 3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒന്ന്. 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ സരസ്വതി വിദ്യാലയം മാവേലിക്കരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. AD 1800 ഒക്ടോബർ മാസത്തിലെ വിജയദശമി നാളിലാണ് ഈ വിദ്യാലയം പ്രവർത്തന സജ്ജമാകുന്നത്.
തിരുക്കൊച്ചി മുൻ മുഖ്യമന്ത്രി ശ്രീ സി കേശവൻ, കോന്നിയൂർ ഗോവിന്ദപിള്ള, നാലാങ്കൽ കൃഷ്ണപിള്ള തുടങ്ങിയ പ്രമുഖർ ഇവിടെ അധ്യാപകരായിരുന്നു. 1984 VHSE വിഭാഗവും 2004 ഹയർ സെക്കൻഡറി വിഭാഗവും പ്രവർത്തനം ആരംഭിച്ചു. VHSE വിഭാഗത്തിൽ 2 അഗ്രികൾച്ചറൽ കോഴ്സുകൾ, സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ 5 കോഴ്സുകളിലായി 300ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തിവരുന്നു. ഈ വർഷം മുതൽ VHSE കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ NSQF എന്ന പാഠ്യപദ്ധതിയിലേക്ക് മാറിയിരിക്കുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡ്രാഫ്റ്റ്സ്മാൻ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അഗ്രികൾച്ചർ വിഭാഗത്തിൽ ഫ്ലോറികൾച്ചറിസ്റ്റ്, ഓപ്പൺ കൾട്ടിവേഷൻ, ഓർഗാനിക് ഗ്രോവർ, ആരോഗ്യ മേഖലയിൽ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ മുതലായ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒക്ടോബർ 3 ശനിയാഴ്ച രാവിലെ 9:30 വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നിർവഹിക്കുകയുണ്ടായി. നിലവിൽ എല്ലാ വൊക്കേഷണൽ വിഷയങ്ങളുടെ ലാബുകളും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ലാബുകളും ഹൈടെക് ക്ലാസ് മുറികളും നമ്മുടെ സ്കൂളിൽ സജ്ജമാണ്. പരിചയസമ്പന്നരും ഉന്നത യോഗ്യതയുള്ളവരുമായ അധ്യാപക അനധ്യാപകർ മികവിൻ്റെ കേന്ദ്രമായി ഈ വിദ്യാലയം നിലനിർത്തുന്നതിൽ സദാ ജാഗരൂകരാണ്. അതോടൊപ്പം PTA, SMC എന്നിവയും പഠന നിലവാരം ഉയർത്തുന്നതിനും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമായി പ്രവർത്തിക്കുന്നു. ഇവിടെ അധ്യയനം നടത്തുന്ന വിദ്യാർത്ഥികളെ ബഹുമുഖ പ്രതിഭകളായി വാർത്തെടുക്കുന്നതിന് പഠന പ്രവർത്തനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനത്തിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനശേഷം അവരുടെ കരിയർ തിരഞ്ഞെടുക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ലഹരി വിരുദ്ധ ക്ലബ്ബ്, ഭൂമിത്ര സേന, നിയമസാക്ഷരതാ ക്ലബ്ബ്, പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെൻറ്റർ, ലിറ്റററി ക്ലബ്ബ്, മൂവി ക്ലബ്ബ് എന്നിവയും ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ഈ വർഷം മുതൽ NSS യൂണിറ്റും VHSEL പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് വിസിറ്റ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, വൊക്കേഷണൽ എക്സ്പോ എന്നിവ ഇവിടെ നടത്തുന്ന കോഴ്സുകളുടെ പ്രത്യേകതയാണ്. യൂത്ത് ഫെസ്റ്റിവൽ, സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്നിവയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗശേഷികൾ മുൻ വർഷങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അറിവിൻ്റെ വിളനിലമായ ഈ പൈതൃക വിദ്യാലയത്തിലേക്ക് കടന്നുവരുന്ന എല്ലാ പ്രിയ നവാഗതരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ശ്രീമതി രാജലക്ഷ്മി അമ്മ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. 2020-21 വർഷത്തെ VHSEയുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വളരെ ആശങ്കയോടുകൂടി, അതേപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയും വളരെയേറെ ഭാവനകളോടുകൂടിയുമാണ് നിങ്ങൾ ഈ +1 +2ലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആ പ്രായം 10ാം ക്ലാസ് വരെ കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ ആൾക്കാർ കാണും, ടീച്ചേഴ്സ് കാണും, അതേപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കളും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷേ ഈ 11-12 ക്ലാസ്സുകളിൽ നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയോ നിങ്ങൾക്ക് ഹെൽപ്പ് തരുന്നതിന് വേണ്ടിയോ കൂടുതൽ ആളുകളൊന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് പഠിച്ച് കൂടുതൽ, നമുക്കാണെങ്കിൽ ഇവിടെ ഏറ്റവും നല്ലൊരു ലൈബ്രറിയാണുള്ളത്.
കൂടുതൽ പുസ്തകങ്ങൾ ശേഖരിച്ച് അത് വായിച്ച് കുറേയൊക്കെ ആശയങ്ങൾ കണ്ടെത്തി പരീക്ഷണം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ പരീക്ഷണമായിട്ട് തിരഞ്ഞെടുത്ത് വേണം ഈ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ വരുന്നില്ല, അതിനുപരി നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ മികച്ച രീതിയിൽ കാണാനും അതിന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയമെല്ലാം തന്നെ അധ്യാപകർ നിങ്ങൾക്ക് ചാർട്ടായിട്ട് തരും. അതിനോടനുബന്ധിച്ചിട്ടുള്ള വർക്ക്ഷീറ്റുകൾ, തുടർ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങൾ ഓൺലൈനിൽ കൂടി തന്നെ വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ മറ്റ് മുഖേനയോ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് കൊടുക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം. അതിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. മിക്കപ്പോഴും 10ാം ക്ലാസ്സിൻ്റെയൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾ കാണാതെ, നമുക്ക് വളരെയേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾ കാണാതെ കുട്ടികൾ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാകരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കാഴ്ചപ്പാട് നിങ്ങളുടെ മുൻപിലുണ്ട്. അത് വളരെയേറെ പ്രയോജനപ്പെടുത്തണം. അതേപോലെ തന്നെ അധ്യാപകർ പറയുന്ന രീതിയിൽ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. അപ്പം നേരിട്ട് നമുക്ക് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് പ്രചോദനം തരാനൊക്കെയില്ല. ഇതേ വാട്സപ്പ് മുഖേനയോ ഫോൺ മുഖേനയോ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെയുള്ളൂ. അപ്പോൾ പരമാവധി ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉപയോഗിക്കുക. അത് നന്നായിട്ട് തിരിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കുക എന്നാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കോഴ്സുകളും പുതിയ കോഴ്സുകളെക്കുറിച്ചും നിങ്ങളുടെ പ്രിൻസിപ്പലും മറ്റും സംസാരിക്കും. അപ്പം അതെല്ലാം നിങ്ങളൊട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നല്ല കോഴ്സുകൾ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഈ സ്കൂളിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം. നന്നായിട്ട് പഠിക്കുക. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അധ്യാപകരും ഞങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. നിർത്തും. താങ്ക് യു രാജലക്ഷ്മി ടീച്ചർ. അടുത്തതായി ഉദ്ഘാടനമാണ്. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ എസ് രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഏത് കാര്യത്തിലും നമ്മുടെ സ്കൂളിലേക്ക് ഓടിയെത്തുന്ന രാജേഷ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയിട്ടുള്ള രാജലക്ഷ്മി ടീച്ചർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ജ്യോതിലക്ഷ്മി ടീച്ചർ, ബഹുമാനപ്പെട്ട VHSCയുടെ പ്രിൻസിപ്പാൾ മുരളി സാർ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്കൂളിലെ മറ്റ് അധ്യാപകർ, എല്ലാവർക്കും നമസ്കാരം. മാവേലിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വൊക്കേഷണൽ ക്ലാസ്സുകളുടെ ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വൊക്കേഷണൽ കോഴ്സുകൾക്കുള്ള പ്രത്യേകത എന്താണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളോട് നിനക്ക് ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഡോക്ടറാകണം, എൻജിനീയർ ആകണം, IAS-കാരനാകണം എന്നൊക്കെ പറയുന്ന കുട്ടികളെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. എനിക്കൊരു നല്ല മെക്കാനിക്കാകണമെന്നോ, എനിക്കൊരു നല്ല കർഷകനാകണമെന്നോ, എനിക്കൊരു നല്ല നിർമ്മാണ തൊഴിലാളി ആകണമെന്നോ
സാധാരണഗതിയിൽ ആരും പറഞ്ഞ് ഞാനിവിടെയും കേട്ടിട്ടില്ല. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ മലയാളികൾ ഇന്ന് അലസന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. ശരീരം ഒരുപാട് മുഷിഞ്ഞ് ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് പരമാവധി വിശ്രമം എടുത്തുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്ന മേഖലയാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ തൊഴിൽ സാധ്യതകൾ ഒരുപാട് മങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഏതാണ്ട് 5 ലക്ഷത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി ഇവിടെ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇതിന് കാരണം. സമൂഹം ഒരു ഡോക്ടർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രൊഫസർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു IAS കൊടുക്കുന്ന അംഗീകാരം ഒരു സാധാരണ കർഷകന്, അല്ലെങ്കിൽ ഒരു സാധാരണ മെക്കാനിക്കിന്, അല്ലെങ്കിൽ ഒരു സാധാരണ നിർമ്മാണ തൊഴിലാളിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കണം. ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. നമ്മളെ നിലനിർത്തുന്നത് ആരാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ കർഷകനാണ്. നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിലും നമുക്ക് ആഹാരം കഴിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ കർഷകൻ പണിയെടുത്തുണ്ടാക്കുന്ന വിളകളാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ അത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. നമ്മളൊക്കെ. ആ കർഷകന് കൊടുക്കേണ്ട ഒരു അംഗീകാരം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയ്ക്ക് മാറണം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ ഒരു പ്രാധാന്യം ഇവിടെയാണ്. ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ 86-ൽ ഈ സ്കൂളിൽ നിന്നും അഗ്രികൾച്ചർ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. എനിക്കും എൻ്റെ ഒരു ഭാഗ്യക്കേട് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് അശ്രദ്ധ കൊണ്ടോ ഒരു സർക്കാർ ജീവനത്തിലേക്ക് ഞാൻ വരാതെ പോയി. 1-2 റാങ്ക് ലിസ്റ്റ് ഞാൻ ഉൾപ്പെട്ടതാണ്. പക്ഷേ സർക്കാർ ജോലിയിൽ പെട്ടില്ല. തീർച്ചയായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് പഠിച്ചതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവും തോന്നിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കി തരുകയും ചെയ്തിട്ടുണ്ട്. +1 മുതലല്ല ശരിക്കും പറഞ്ഞാൽ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആരംഭിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ഹൈസ്കൂൾ തലം മുതൽ തന്നെ ഏതെങ്കിലും ഒരു വൊക്കേഷണൽ കോഴ്സ് കൂടി, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ള ഒരു തൊഴിൽ ആ വിദ്യാർത്ഥിക്ക് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ മാത്രമല്ല നമ്മളാവേണ്ടത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കുന്ന ഒരു നല്ല കർഷകനാകാൻ എനിക്ക് സാധിക്കണം എന്ന് പറയുന്ന ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ വലിയ അംഗീകാരം തന്നെ കിട്ടും. അതിന് സംശയമൊന്നും വേണ്ട. നമ്മുടെ ആളുകളുടെ മാനസികാവസ്ഥ മാറിയേ മതിയാവൂ. ഏത് മേഖലയിൽ നിൽക്കുന്നവരായാലും ശരി, ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ആളായാലും ശരി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിലിൽ ഒരു പരിജ്ഞാനം അവൻ നേടിയിരിക്കണം. അതൊരു ഹൈസ്കൂൾ തലം മുതൽ തന്നെ അത്തരം ഏതെങ്കിലും ഒരു തൊഴിൽ പരിജ്ഞാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്ന് മലയാളികൾക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താണ്? മലയാളി ഏതെങ്കിലും തരത്തിലൊരു വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധാരണ തൊഴിലിലേക്ക് അവൻ ഇറങ്ങാൻ മടിയാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ ഒന്നും ഒരു കർഷകനാകാനോ അല്ലെങ്കിൽ നിർമ്മാണ തൊഴിലാളിയാകാനോ ഒന്നും ആഗ്രഹിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ നിർമ്മാണ തൊഴിലാളിയാവുന്നവനും കർഷകനാകുന്നവനുമൊക്കെ പഠന കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു സംഗതികളാണ് എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് മാറണം. നല്ല വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്ക് നല്ലൊരു തൊഴിലാളിയാവാൻ സാധിക്കണം. നല്ല വിദ്യാഭ്യാസം നേടുന്ന ഒരാളിന് നല്ല ഒരു കർഷകനാകാൻ സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ തൊഴിലിനെ ഡിവൈഡ് ചെയ്ത്
വിദ്യാഭ്യാസം ഇല്ലാത്തവന് കുറേ തൊഴിൽ പറഞ്ഞു വയ്ക്കുക, വിദ്യാഭ്യാസം ഉള്ളവർക്ക് കുറച്ച് തൊഴിൽ പറഞ്ഞു വയ്ക്കുക, അതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹൈസ്കൂൾ തലം മുതൽ തന്നെ വൊക്കേഷണൽ ക്ലാസ്സുകൾ, ഏതെങ്കിലും ഒരു തൊഴിൽ, ആ ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ള ഒരു തൊഴിൽ, ആ തൊഴിലുമായിട്ട് ഉള്ള അടിസ്ഥാന കാര്യങ്ങൾ ആ വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തി പഠിപ്പിച്ച് അവനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ മേഖലയിലേക്ക് അവനെ എത്തിച്ച് നമ്മുടെ നാടിനെ ഗുണപ്രദമായി മാറ്റാൻ തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ സ്കൂള് എന്തുകൊണ്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രംഗത്ത് നിൽക്കുന്ന മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് അടിസ്ഥാനപരമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സ്കൂളാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ വന്ന് പഠിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഗുണഗണങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾ എത്തിക്കുകയും കൂടെ വേണം. നമ്മുടെ ഈ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. എല്ലാ തരത്തിലുള്ള അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളും ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. ഈ സ്കൂളിലേക്ക് വരുന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ ഹലോ അടുത്തതായി ആമുഖ പ്രസംഗം നടത്തുന്നതിനായി നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ മുരളീധരൻ സാറിനെ ക്ഷണിച്ചോളൂ. ഈ നവീനം പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായ ശ്രീമതി രാജലക്ഷ്മി അമ്മ ടീച്ചർ, ഈ നവീനം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മാവേലിക്കര മുനിസിപ്പാലിറ്റി കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ സർവോപരി നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ രാജേഷ് അവർകൾ, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കും ആശംസ അറിയിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള പുഷ്പ ടീച്ചറിന് പ്രോഗ്രാമിൽ അല്പം കഴിഞ്ഞേ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പ്രോഗ്രാമിൽ സ്വാഗതം പറഞ്ഞ നമ്മുടെ കരിയർ ഗൈഡൻസ് CGCCയുടെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ചുമതലയുള്ള ജ്യോതിലക്ഷ്മി ടീച്ചർ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട നവാഗതരായ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാവേലിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് 1ാം വർഷ കോഴ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂളിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ കൊറോണ കാലഘട്ടമല്ലായിരുന്നെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾ പ്രവേശന ഉത്സവമെല്ലാം സംഘടിപ്പിച്ചാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പ്രോഗ്രാം ഇവിടെ സ്കൂൾ ദിനം ആരംഭിച്ചിട്ടുള്ളത്. വളരെ കളർഫുള്ളായിട്ടുള്ള പ്രവേശനോത്സവ പരിപാടികളായിരുന്നു കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം നടന്നിട്ടുള്ളത്. അപ്പം ഇത്ര സ്കൂൾ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്കൂളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമ്മുടെ സ്കൂള് കേരളത്തിൽ തന്നെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളുകളിൽ, 200 വർഷം പഴക്കമുള്ള സ്കൂളുകളിൽ ആകെ നിലവിലെ 8 സ്കൂളുകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. അതിലൊരു സ്കൂളാണ് നമ്മുടെ മാവേലിക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, 200 വർഷത്തിൽ കൂടുതലായി ഉള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വിദ്യാഭ്യാസം നടത്തി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ വളരെ പ്രഗത്ഭരായി അറിയപ്പെട്ട ഒരു സ്കൂളാണ്. ഇപ്പോഴും ഏകദേശം 800ഓളം കുട്ടികൾ ഈ സ്കൂളിൽ ഇപ്പം വിവിധ കോഴ്സുകളിലായിട്ട് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലുമായിട്ട് വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഇപ്പം നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞു ഈ സ്കൂളിനെ കുറിച്ച്. ഇത് ഗവൺമെൻറ് സെക്ടറിലുള്ള സ്കൂളുകളിൽ വളരെ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂളിൽ. ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഹൈടെക് സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രൈവറ്റായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ വെല്ലുന്ന രീതിയിൽ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുമായി ഗവൺമെൻറ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പം നടന്നു വരികയാണ്.
അത്തരത്തിലൊരു സ്കൂളാണ് നമ്മുടെ സ്കൂള്. നമ്മുടെ സ്കൂളും ഹൈടെക് ആയിട്ടുള്ള സ്കൂളാണ്. ആധുനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ള സ്കൂളാണ് നമ്മുടെ സ്കൂള്. അപ്പം ഈ ഒരു ആമുഖ സംഭാഷണം പ്രസംഗം എന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിനെ കുറിച്ചും അതുപോലെ കോഴ്സുകളെക്കുറിച്ചും പിന്നെ സ്കൂളിൽ വരുന്ന സമയത്ത് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ തന്നെ സങ്കല്പമായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പം ആ അദ്ദേഹത്തിൻ്റെ സങ്കല്പം തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ ദേശീയമായിട്ടുള്ള ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് എല്ലാം തന്നെ നടത്തുന്നത്. അപ്പം കേരളത്തിൽ നടക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഈ VHSE സ്ഥാപനങ്ങളിലെ തൊഴിലധിഷ്ഠിത കോഴ്സുകളെ അപേക്ഷിച്ച് ഇവിടെ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കോഴ്സിനോടൊപ്പം തൊഴിലും കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ നിലയല്ല. അവിടെയെല്ലാം ടെർമിനൽ കോഴ്സുകളായിട്ടാണ് നടത്തുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്ന കോഴ്സുകളിൽ ഈ വർഷം മുതൽ തന്നെ NSQF പാഠ്യപദ്ധതി ഈ വർഷം മുതൽ നടപ്പിലാക്കി വരികയാണ്. നമ്മുടെ സ്കൂളിൽ 1984 തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ആരംഭിച്ചിട്ടുണ്ട്. VHSE വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2020 കൂടി അത് NSQF പാഠ്യപദ്ധതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു NSQF പാഠപദ്ധതിയിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നിങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു NSQF ക്വാളിഫൈഡ് ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റും സ്കിൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുവഴി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പോകുന്ന രീതിയിൽ ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിലേക്കും പോകാൻ പറ്റുമെന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അഡ്മിഷൻ സമയത്തെല്ലാം വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ 5 കോഴ്സുകളാണ് നടത്തുന്നത്. 5 കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് സെക്ടറിലായിട്ടുള്ള 2 കോഴ്സുകൾ, അഗ്രികൾച്ചറൽ സെക്ടറിൽ 2 കോഴ്സ്, അതുപോലെ ഹെൽത്ത് സെക്ടറിൽ ആരോഗ്യ മേഖലയിലുള്ള ഒരു കോഴ്സും അടക്കം 5 കോഴ്സുകളിലാണ്. 5 കോഴ്സുകളിലുമായി ആകെ 150 കുട്ടികൾക്ക് മാത്രമാണ് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഓരോ കോഴ്സിലും 30 കുട്ടികൾക്ക് മാത്രമാണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ഔപചാരികമായിട്ട് 1ാം വർഷ ക്ലാസ്സുകൾ ആരംഭിക്കുകയും വിക്ടേഴ്സ് ചാനൽ കൂടി ഓൺലൈനായിട്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പുകൾ വഴി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകളുടെ മറ്റു കാര്യങ്ങളും ലിങ്കുകളെല്ലാം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. പിന്നീട് നമ്മുടെ സ്കൂൾ എന്ന് തുറക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്കൂൾ ആരംഭിക്കുന്ന സമയത്ത് റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ടൈമിംഗ് ആണ്. കൃത്യം 9 മണിക്ക് രാവിലെ സ്കൂൾ ആരംഭിക്കുകയും 4:30 വരെയാണ് നമ്മുടെ സ്കൂൾ ടൈം ഉള്ളത്. 4:30 വരെയാണ്. 9 മണി മുതൽ 4:30 വരെയാണ് സ്കൂൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 9 മണി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 9 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. ക്ലാസ് ആരംഭിക്കും. എല്ലാ വിദ്യാർത്ഥികളും എത്ര ദൂരെയുള്ള ആളുകളായാലും 9 മണിക്ക് 5 മിനിറ്റ് മുമ്പേ തന്നെ 8:55 ക്ലാസ്സിൽ ഹാജരായിരിക്കേണ്ടതാണ്. ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. 9 മണിക്ക് ഷാർപ്പ് 9 മണിക്ക് തന്നെ ക്ലാസ് നമുക്ക് ആരംഭിക്കും. അതുപോലെ 4:30 വരെ ക്ലാസ്സുകൾ, വൈകുന്നേരം 4:30 വരെ ക്ലാസ്സുകൾ നീണ്ടു നിൽക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ക്ലാസ് ടൈമിൽ ഞാൻ പറഞ്ഞു 9 മുതൽ 4:30 വരെയുള്ള സമയത്ത് യാതൊരു കാരണവശാലും കുട്ടികളെ പുറത്തേക്ക് സ്കൂൾ കോമ്പൗണ്ടിന് വെളിയിൽ പോകാൻ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെയോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിൻ്റെയോ അനുമതിയോടുകൂടി മാത്രമേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദമുള്ളൂ. അത് വളരെ സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ വിസിറ്റേഴ്സിന് നമ്മൾ പാരൻസ് ആരെങ്കിലും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിൽ വന്ന് കുട്ടികളെ കാണാൻ പാടുള്ളൂ. അതും ക്ലാസ് ടൈമിൽ കുട്ടികളെ യാതൊരു കാരണവശാലും കുട്ടികളെ കാണാൻ അനുവദിക്കുന്നതല്ല. പാരൻസ് വന്നിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഓഫീസ് ബന്ധപ്പെട്ട് സമയം തരുന്നതാണ്. ആ സമയത്ത് മാത്രം പാരൻസിന് മാത്രമേ നമ്മുടെ ഈ കുട്ടികളെ കാണാൻ അനുവദിക്കുകയുള്ളൂ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ള. അപ്പം ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ VHSEയിലെ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യണമെങ്കിൽ 80% അറ്റൻഡൻസ് നിർബന്ധമാണ്. 80% അറ്റൻഡൻസ് ഇല്ലാത്ത ആളുകൾക്ക് പരീക്ഷ എഴുതുവാനുള്ള അനുമതി ലഭിക്കുന്നതല്ല.
അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അറ്റൻഡൻസ് നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അറ്റൻഡൻസ് ഓരോ ക്ലാസ്സിൻ്റെയും അറ്റൻഡൻസ് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ഇത് റെഗുലർ ക്ലാസ് ആരംഭിക്കുന്നത് വരെ നമ്മൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള നിങ്ങളുടെ അറ്റൻഡൻസ് ആയിരിക്കും നിങ്ങളുടെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് തരും. അതിന് ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഓരോ ദിവസവും എത്ര മണി മുതൽ എത്ര മണി വരെ ഏത് ക്ലാസ് സബ്ജക്റ്റ് ആണെന്നുള്ള ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. മറ്റ് മെറ്റീരിയൽസ് പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അതുപോലെ സബ്ജക്റ്റ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ റെഗുലർ ക്ലാസ് തുടങ്ങുന്ന സമയത്തും ഇത് അറ്റൻഡൻസ് പറഞ്ഞു ഞാൻ 80% അറ്റൻഡൻസ് നിർബന്ധമാണ്. അതുപോലെ യൂണിഫോം നിർബന്ധമാണ്. അപ്പോൾ യൂണിഫോം സ്കൂൾ ക്ലാസ് റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് യൂണിഫോം തരും. അതുപോലെ ID കാർഡ്, അതും റെഗുലർ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് ID കാർഡ് തരും. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ വരുന്ന സമയത്ത് യൂണിഫോം കമ്പൽസറിയാണ്. ആ യൂണിഫോം എങ്ങനെ തയ്ക്കണം എന്നുള്ളതെല്ലാം നിർദ്ദേശം തരും. ആ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ യൂണിഫോമുകൾ തയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ യൂണിഫോം ID കാർഡ് വിട്ട് വളരെ വൃത്തിയായിട്ട് സ്കൂളിൽ വരേണ്ടത് കർശനമായിട്ട് നിങ്ങൾ അറിയിക്കുകയാണ്. ആവശ്യമായ പുസ്തകങ്ങളും വെള്ളം, ഭക്ഷണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ബസ് കൺസെഷൻ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് ബസ്സിലുള്ള KSRTC ബസ്സിൽ കൺസെഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സിലും കൺസെഷൻ കിട്ടും. അതിൻ്റെ കൺസെഷൻ കാർഡുകൾ നമ്മൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. KSRTCയിലാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ KSRTC ഡിപ്പോയിൽ പോയി അതിൻ്റെ കൺസെഷൻ കാർഡിന് അപേക്ഷ വാങ്ങിച്ച് സ്കൂളിൽ വന്ന് അത് സൈൻ ചെയ്യിച്ച് സീലും ചെയ്ത് തിരിച്ചു കൊടുത്താൽ അവർ കൺസെഷൻ കാർഡ് നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ പിന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ കൺസെഷനും കുട്ടികൾക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ ഈ കോഴ്സിൻ്റെ പിന്നെ മറ്റൊരു വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സ്കീമാണ്. നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ 1-ാം വർഷവും 2-ാം വർഷവും നിങ്ങൾക്ക് പഠിക്കുന്ന ഓരോ മേഖലയിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, നിങ്ങൾ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് അതുപോലെ നിങ്ങളെ അവിടെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ട്രെയിനിങ്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് തരുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഫുള്ളി ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിന് വരുന്ന ചിലവുകൾ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സ്കീമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആർക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൽ നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഈ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഈ ജോലിയുമായിട്ട് ഈ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് അത് ഇൻ്റർവ്യൂ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു രേഖയായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് ഈ OJT സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് ഈ ട്രെയിനിങ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ അതാത് ഫീൽഡിലുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റും ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട അതാത് സ്ഥാപനങ്ങളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ, ആശുപത്രികളിൽ അല്ലെങ്കിൽ ഫാമുകളിൽ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫീൽഡ് വിസിറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് CE മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ സ്കീം. അതും നമുക്കിവിടെയുണ്ട്. നിങ്ങളിവിടെ സ്കൂളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതിൽ നിങ്ങളുടെ അറ്റൻഡൻസ്, ക്ലാസ്സിലെ ബിഹേവിയർ, ക്ലാസ് ടെസ്റ്റുകളിൽ നിങ്ങളുടെ എത്ര സ്കോർ എങ്ങനെയുണ്ട് തുടങ്ങിയുള്ള മറ്റ് അതർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് CE മാർക്ക് നിങ്ങൾക്ക് തരുന്നത്. CE മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളെല്ലാവരും ഇവിടെ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സാണ് പഠിക്കുന്നത്. മറ്റ് അഗ്രികൾച്ചറിലും ഹെൽത്ത് സെക്ടറിലുള്ള കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് പഠിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ പറ്റും. അതുപോലെ പോളിടെക്നിക്കുകളിൽ പോകാൻ പറ്റും. മറ്റ് സാധാ കോളേജുകളിൽ BA, BSc, BCom, BSc തുടങ്ങിയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ മെഡിക്കൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് MBBS, BDSc, BHMS, BAMS തുടങ്ങിയുള്ള വെറ്റിനറി, അഗ്രികൾച്ചർ തുടങ്ങിയുള്ള കോഴ്സുകളിലേക്ക് ബയോളജിക്കൽ സയൻസ് പഠിച്ച ആളുകൾക്ക് പോകാൻ പറ്റും.
അപ്പോൾ ബയോളജിക്കൽ സയൻസ് പഠിക്കുന്ന അഗ്രികൾച്ചർ MLT ഇപ്പോൾ ഇല്ല, അഗ്രികൾച്ചർ അതുപോലെ FHW തുടങ്ങിയുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് അഡീഷണലായിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചാൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അഡീഷണലായിട്ട് മാത്തമാറ്റിക്സ് കൂടി ഒരു പേപ്പറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനും എഴുതാൻ പറ്റും. പിന്നെ സ്കോളർഷിപ്പുകളുണ്ട് നിങ്ങൾക്ക്. മറ്റേ സ്കോളർഷിപ്പുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പുണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുണ്ട്, സമുന്നതി സ്കോളർഷിപ്പുണ്ട്, സ്നേഹപൂർവ്വം സ്കോളർഷിപ്പുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയുമായുള്ള നിരവധി സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. അതിൻ്റെ ആ സമയത്ത് ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ ഗ്രൂപ്പിലൂടെ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പം പിന്നെ അർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പും കിട്ടും. പിന്നെ ഈ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്കൂളിൽ NSS യൂണിറ്റ് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള സെൽഫ് ഫിനാൻസ് ആയിട്ട് സ്കീമിലുള്ള ഒരു NSS യൂണിറ്റ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ചെങ്ങന്നൂർ മേഖലാ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സജി ഇടിക്കുള്ള സാർ ഇന്നലെ നിർവഹിക്കുകയുണ്ടായി. ഈ വർഷം 38 വിദ്യാർത്ഥികൾക്ക് NSSൽ ചേരാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെയൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ ഓൺലൈനായിട്ട് അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ വശം പേര് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് 150ഓളം കുട്ടികളിൽ നിന്ന് 38 പേർക്ക് മാത്രമാണ് NSSലേക്ക് ചേരാനുള്ള സൗകര്യമുള്ളത്. മറ്റൊരു ക്ലബ്ബ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലബ്ബ് എന്ന് പറയുന്നത്. വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലബ്ബാണ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ എന്ന് പറയുന്നത്. ഈ ക്ലബിൻ്റെ CGCC എന്ന ഷോർട്ടിൽ നമ്മൾ പറയുന്നു. ഈ ക്ലബിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ 2 വർഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ബാച്ച് ഔട്ടായിട്ട് പുറത്തു പോവുകയാണ്, പാസ് ഔട്ടായിട്ട് പുറത്തു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലും തൊഴിൽ മേഖലകളിൽ ഏതെല്ലാം മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ട് എന്ന് അറിയുന്നതിനും അതിനുള്ള കൗൺസിലിങ്ങും ഗൈഡൻസും എല്ലാം തന്നെ തരുന്ന ഒരു ക്ലബ്ബാണ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് CGCC എന്ന് പറയുന്ന ഈ ക്ലബ്ബ്. വളരെ നല്ല രീതിയിൽ ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഭൂമിത്ര സേന ക്ലബ്ബ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഭൂമിത്ര സേന എന്ന്. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി വിരുദ്ധ ക്ലബ്ബുണ്ട് നമുക്കിവിടെയുണ്ട്. അതുപോലെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ലീഗൽ ലിറ്ററസി ക്ലബ്ബുണ്ട് നമ്മുടെ സ്കൂളിൽ. അങ്ങനെ നിരവധി കുട്ടികൾക്ക് താല്പര്യമുള്ള ക്ലബ്ബുകളിൽ ചേർന്ന് മൂവി ക്ലബ്ബുണ്ട്. അങ്ങനെ നിരവധി ക്ലബ്ബുകളും അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, യുവജനോത്സവങ്ങളിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിലുള്ള മിടുക്കരായ കുട്ടികൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ വരെ എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ സ്പോർട്സ് മേഖലയിലും സ്പോർട്സിലും അതുപോലെ തന്നെ സ്കൂൾ സ്പോർട്സ് മീറ്റിലെല്ലാം തന്നെ നല്ല രീതിയിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ നമുക്ക് ഫുട്ബോൾ ടീമുണ്ട്, അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസിലും മികച്ച മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ മുൻ വർഷങ്ങളിൽ നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അറിയാം, നിങ്ങളുടെ കൂടെ അഡ്മിഷൻ ഇരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ നിങ്ങളുടെ കൂട്ടത്തിലും 1ാം വർഷം അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കൂട്ടത്തിലും വളരെ വലിയ നല്ല പ്രതിഭകളുള്ള കുട്ടികളുണ്ട്. അത് ആർട്സ് രംഗത്തായാലും സ്പോർട്സ് രംഗത്തായാലും വലിയ സ്കൂൾ ലെവലിൽ വളരെ നല്ല രീതിയിൽ കഴിവ് തെളിയിച്ച കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഇവിടെ അവതരിപ്പിക്കുന്നതിന്, അത് കഴിവ് തെളിയിക്കുന്ന വീണ്ടും നിങ്ങൾക്ക് അതിന് അവസരം തീർച്ചയായിട്ടും നമ്മൾ സ്കൂളായിട്ട് ഒരുക്കി തരുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് ഈ ഒരു കോവിഡിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് മാത്രം ഈ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. എന്നാലും നമ്മൾ ഈ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് നിരവധി രചനാ മത്സരങ്ങൾ എല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത്. പിന്നെ വൊക്കേഷണൽ FHW എന്ന് പറയുന്ന ഈ കോഴ്സ്, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ എന്ന് പറയുന്ന കോഴ്സാണ് ഇപ്പം. അതിൽ 30ഓളം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് വർക്കർ, ഹെൽത്ത് ഫീൽഡിലുള്ള കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വൊക്കേഷണൽ ടീച്ചർ ഞാനാണ് അതിൻ്റെ വൊക്കേഷണൽ സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുപോലെ വൊക്കേഷണൽ ഇൻസ്ട്രക്ടറായിട്ട് ശ്രീരാജ് എന്ന് പറയുന്നൊരു സാറുണ്ട്. അതുപോലെ ലാബ് അസിസ്റ്റൻ്റായിട്ട് ജീവൻ എന്ന് പറയുന്ന സാറുണ്ട്. ഇങ്ങനെ 3 പേരാണ് ഈ FHW കോഴ്സിൽ വൊക്കേഷണൽ സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. ED എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാം. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്, ED എന്ന് പറയുന്ന കോഴ്സ്. അതുപോലെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി എന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട്.
അപ്പോൾ ED കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മറ്റ് കോഴ്സുകളിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലൊന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ഇല്ലാത്ത മറ്റൊരു സൗകര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വൊക്കേഷണൽ സബ്ജക്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പം പല കുട്ടികളും ഈ കോഴ്സിനോടുകൂടി തൊഴിൽ മേഖലകളിലേക്ക് നയിക്കപ്പെടുന്ന കുട്ടികളുണ്ട്. ഒരു 20-30% കുട്ടികൾ ഈ VHSC പഠിച്ച് കോഴ്സ് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ തേടി പോകാറുണ്ട്. നല്ല രീതിയിൽ തൊഴിലെല്ലാം കിട്ടുന്ന കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ അതിൽ തൊഴിൽ പിന്നെ ഓണ്ടർപ്രണേഴ്സായിട്ട് മാറുന്നുണ്ട്. അപ്പം അതിന് ആ തൊഴിൽ സംരംഭത്തിന് വേണ്ടിയിട്ട് അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ ആരംഭിക്കാൻ പറ്റും, അതിന് എന്തെല്ലാം ലൈസൻസ് എങ്ങനെ നേടാൻ പറ്റും, അതെങ്ങനെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു കൊച്ചു പേപ്പറാണ് ഈ ED എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ കോഴ്സിൽ ചേരുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ FSW കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു വിഭാഗമാണ് ഹെൽത്ത് വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്താകമാനം തന്നെ ഈ പകർച്ചവ്യാധികളും അതുപോലെ ജീവിതശൈലീ രോഗങ്ങളും എല്ലാം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ ഒരു അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ, പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, PHCകൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ തൊഴിൽ സാധ്യത ഉള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ മേഖല എല്ലാം തന്നെ നഗരപ്രദേശങ്ങളിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് ഹോസ്പിറ്റലുകളും മറ്റു കാര്യങ്ങളും. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ഈ ആരോഗ്യ രംഗത്ത് അവർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നതോട് ഉദ്ദേശിക്കുന്നത് ഈ റൂറൽ ഏരിയയിലൊക്കെയുള്ള ഈ ഹെൽത്ത് വർക്കേഴ്സ് ആരോഗ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സിൽ പഠിച്ച് തൊഴിലിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞു +2 ബയോളജി പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ കോഴ്സുകളിലേക്കും ഇതിൽ പഠിക്കുന്ന കുട്ടികൾക്കും പോകാൻ പറ്റും. അപ്പം അഗ്രികൾച്ചറിൽ പോകാം, വെറ്റിനറിക്ക് പോകാം, BDS, MBBS, ആയുർവേദം തുടങ്ങിയുള്ള കോഴ്സുകളിലൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റുന്നു. ഇത്രയാണ് എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു നല്ല വിദ്യാഭ്യാസ കാലം, ഈ ഒരു എഡ്യൂക്കേഷനിലായിട്ട് നിങ്ങളെ വിദ്യാഭ്യാസം നിങ്ങൾ എന്തിനാണോ നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അധ്യാപകരെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ എല്ലാവരും പ്രയോജനപ്പെടുത്തും എന്ന് കരുതിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു. അടുത്തതായി നമ്മുടെ കോഴ്സുകളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ്. അതിൽ നമുക്ക് ഈ സ്കൂളിൽ ഏകദേശം 5 കോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, രണ്ടാമത്തേത് ഡ്രാഫ്റ്റ്സ്മാൻ, മൂന്നാമത്തേത് FSW അതായത് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ, നാലാമത്തേത് FOC ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ, അഞ്ചാമത്തേത് ഓർഗാനിക് ഗ്രോവർ. ഇങ്ങനെ 5 കോഴ്സുകളിലായിട്ടാണ് നമ്മളിവിടെ പഠനം നടത്തുന്നത്. ഇത് NSQF കോഴ്സുകളാണ്. അതായത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ നൈപുണി യോഗ്യതാ ചട്ടക്കൂട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുന്ന കോഴ്സുകളാണ് ഉള്ളത്. അതായത് ഇതിൻ്റെ NSQF എന്ന് വെച്ചാൽ രാജ്യത്തെ യുവാക്കളിൽ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ രാജ്യത്തിന് വെളിയിലും അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന തരത്തിൽ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് NSQF എന്നതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ഈ NSQFൽ 10 ലെവൽ സർട്ടിഫിക്കറ്റാണ്. അതായത് 1 മുതൽ 10 വരെയുള്ള ലെവലുകളിലുള്ള സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. ഇപ്പം VHSCയിൽ ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് VHSC +2 പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ലെവൽ 4 സർട്ടിഫിക്കറ്റാണ്. അപ്പം അതാണ് ഈ NSQF എന്ന കോഴ്സിൻ്റെ പ്രാധാന്യം. അതായത് ഹയർ സെക്കൻഡറിയിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് കൂടി ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം നമുക്ക് ഓരോരോ കോഴ്സുകളെ വെച്ച്
പരിചയപ്പെട്ട് അതിൻ്റെ ഓരോരോ വീഡിയോയും ഉണ്ട്. അതുകൂടാതെ അതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടെയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ആദ്യത്തേത് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് കാണാം. JSD. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഒരു എൻട്രി ലെവൽ ജോബ് നേടാൻ ആഗ്രഹമുണ്ടോ? അതായത് ജൂനിയർ പ്രോഗ്രാമറും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും ഡോക്യുമെന്റേഷനും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിസൈനും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു എൻട്രി ലെവൽ ജോബ്. അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ ഒരു എക്സ്പേർട്ട് ആവാൻ ആഗ്രഹമുണ്ട്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ വളരെ മനോഹരമായിട്ട് പല മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിരവധി തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. അതിനാഗ്രഹമുണ്ട്. പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും HTML-ഉം ജാവാസ്ക്രിപ്റ്റും എല്ലാം വെച്ചുകൊണ്ട് പ്രോജക്റ്റ് ഉൾപ്പെടെ ചെയ്തു തീർക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിനെല്ലാം പുറമെ ഒരു നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് വേണം എന്നും ആഗ്രഹമുണ്ടെങ്കിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ വർഷം മുതൽ ആരംഭിച്ച ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന കോഴ്സിൽ മേഖലയിൽ പെട്ടെന്ന് തന്നെ ഒരു തൊഴിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വന്നു ചേരാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കോഴ്സിന്റെ പ്രത്യേകതകളെ പറ്റി നമുക്ക് ആദ്യം ഈ കോഴ്സിൽ ഹയർ സെക്കൻഡറി സയൻസ് ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം ഇതിനകത്തുണ്ട്. കൂടാതെ ഇതിനകത്ത് കമ്പ്യൂട്ടറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ നിരവധി പ്രോഗ്രാമിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തും റോബോട്ടിക്സിനകത്തും അതുപോലുള്ള വലിയ പുതിയ കാര്യങ്ങൾക്ക് എല്ലാത്തിനകത്തും ഉപയോഗിക്കുന്ന പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു നാഷണൽ ലെവൽ, അതായത് ലോകത്ത് മുഴുവൻ അംഗീകാരമുള്ള, ലോകമെമ്പാടും അംഗീകാരമുള്ള നാഷണൽ ലെവൽ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾക്ക് നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വന്ന് ചേരാൻ കഴിയും. പ്രത്യേകതകളെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനകത്ത് ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സോഫ്റ്റ്വെയർ കൺസ്ട്രക്ഷൻ എസെൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആദ്യമുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, പൈത്തോൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിലുള്ളത്. സെക്കൻഡ് ഇയറിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് പൈത്തോൺ പ്രോഗ്രാമിംഗ് ഉണ്ട്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് മോസ്റ്റ് മോഡേൺ കോഴ്സാണ് ഈ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ ഒരു കോഴ്സിന് ഈ തൊഴിൽ സാധ്യതകൾ മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് സയൻസ് ബാച്ച് കഴിഞ്ഞു പോകുന്ന ഏത് ബിടെക് കോഴ്സിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിവോക്ക് എന്ന് പറയുന്ന പുതിയ കോഴ്സുകളുടെ ശ്രേണിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സാധാരണ BSc മാത്സ്, BSc ഫിസിക്സ് അങ്ങനെയൊക്കെയുള്ള ഏത് കോഴ്സിനും ചേരാം. ഒപ്പം
BSc കമ്പ്യൂട്ടർ സയൻസ്, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു കോഴ്സിന്റെ മുമ്പിലുണ്ട്. ഹയർ സെക്കൻഡറി കുട്ടിക്ക് പഠിക്കുന്ന സെയിം സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു നാഷണൽ ലെവൽ സ്കിൽ സർട്ടിഫിക്കറ്റ് NSQ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ ലെവൽ 4 സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോഴെങ്ങനെയാ റെഡിയല്ലേ? ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും അടുത്തതായി രണ്ടാമത്തെ കോഴ്സ് DTN, അതായത് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന കോഴ്സാണ്. അതായത് കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്തത്. നമസ്കാരം. ഈ വർഷം നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളെല്ലാം നവീകരിച്ച് NSQF ലെവൽ കോഴ്സുകളുള്ള +2 സയൻസ് കോഴ്സുകളാക്കി മാറ്റി. സയൻസും ആർട്സും അങ്ങനെയുള്ള +2 കോഴ്സുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന VHSC കോഴ്സ് പുതിയ NSQF +2 സയൻസ് കോഴ്സ് ആയ ഡ്രാഫ്റ്റ്സ്മാനിലോട്ട് മാറി. ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സ് ലെവൽ 4 ആണത്. കൺസ്ട്രക്ഷൻ സെക്ടർ സ്കില്ലിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പാക്ക് എന്ന് പറയുന്നത് CON/Q1301 ലെവൽ 4. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, വൊക്കേഷണൽ NSQF ഡ്രാഫ്റ്റ്സ്മാൻ ലെവൽ 4, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. വൊക്കേഷണൽ സബ്ജക്റ്റിൽ തിയറിയും പ്രാക്ടിക്കലും വരും. +2 സയൻസിൻ്റേതായ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. പകരം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബിസിനസ് സംരംഭം പറ്റി അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിനാവശ്യമായ സ്കിൽ നേടാനുള്ള ഒരു ടോപ്പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒക്കുപേഷൻ, ഈ കോഴ്സിൻ്റെ ഒക്കുപേഷൻ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് സിവിൽ സ്ട്രക്ചേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണ മേഖലയിലുള്ള സ്ട്രക്ചറുകളുടെ ഡ്രോയിങ്സ് ഡ്രാഫ്റ്റ് ചെയ്യുക, സാങ്കേതികമായി തയ്യാറാക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്നു. അതിൻ്റെ ജോലിയും അതാണ്. ഡ്രാഫ്റ്റ്സ്മാനാണ് അതിൻ്റെ ജോബ് റോളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാനിൽ തുടങ്ങി സീനിയർ ഡ്രാഫ്റ്റ്സ്മാനിൽ വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സാധാരണ ഒരു +2 സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ജനറൽ പാത്ത് ഹയർ സ്റ്റഡീസിനുള്ള വഴി നമുക്കും എല്ലാം തുറന്നിരിക്കുകയാണ്. എല്ലാ ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും ഒന്നാമതായ നാഷണൽ സ്ഥാപനങ്ങളിൽ IIT മുതൽ അങ്ങനെയുള്ള എല്ലാ ദേശീയമായ സ്ഥാപനങ്ങളിലും പ്രവേശന പരീക്ഷ എഴുതാനും പ്രവേശനം നേടാനുമുള്ള അർഹത ഈ കുട്ടികൾക്കുണ്ട്. ഈ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സിൽ നമ്മൾ ബയോളജി പഠിക്കാത്തതുകൊണ്ട് ബയോളജി +2 ലെവലിൽ ആവശ്യമായ ഹയർ കോഴ്സിന് ഇതിന് പോകാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ ഫാർമസി കോഴ്സ്, അതിൻ്റെ ഡിഗ്രി, ഡിപ്ലോമ, എല്ലാ എൻജിനീയറിംഗ് ബ്രാഞ്ചസും കീം പരീക്ഷ എഴുതാം. ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഡിഗ്രി, ഡിപ്ലോമ, ചാർട്ടേഡ് അക്കൗണ്ടൻസി, CA, കമ്പനി സെക്രട്ടറിഷിപ്പ്, എല്ലാ സയൻസ്, ആർട്സ്, കൊമേഴ്സ് ഡിഗ്രി, BA, BSc, BCom ഡിഗ്രികൾ, ആർക്കിടെക്ചർ ഡിഗ്രി, പിന്നെ പോളിടെക്നിക്ക്, LLB, ഫിലിം മേക്കിംഗ്, ആനിമേഷൻ, അങ്ങനെ എല്ലാ +2 സയൻസ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് പോകാൻ പറ്റുന്ന എല്ലാ വഴികളും നമ്മൾക്ക് വേണ്ടിയും തുറന്നിരിക്കുകയാണ്. ഇനി അത് നമ്മുടെ ജനറൽ ഹയർ സ്റ്റഡീസാണ്. ഇനി നമ്മുടെ ഈ സ്കിൽ സെക്ടറിൽ നമ്മൾ ഈ സ്കില്ല് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള വഴി, മുന്നോട്ട് 2 വഴിയാണ് നമുക്ക് വീണ്ടും തുറക്കുന്നത്. ഒന്ന് ലെവൽ 4 NSQF ലെവൽ 4 പാസ്സാവുന്ന ഒരു കുട്ടികൾ, NSQF കോഴ്സുകൾ പാസ്സാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഇനി അടുത്ത വരും വർഷങ്ങളിൽ
ദേശീയമായ തൊഴിലിന് അപേക്ഷ അയക്കാൻ പാടുള്ളൂ. അതാണ് നിയമം. അതുകൊണ്ട് നമ്മളുടെ NSQF ലെവൽ 4 ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് ആ ലെവലിലുള്ള ദേശീയമായ എല്ലാ റെയിൽവേ അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം, ഡിഫൻസ് അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും NSQF ലെവൽ 4 പാസ്സാകുന്ന ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാവുന്ന തൊഴിൽ മേഖലകളിൽ, തൊഴിൽ വേക്കൻസികളിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു വിഷയം തന്നെ എടുത്ത് മുന്നോട്ട് നമ്മുടെ പാത മുന്നോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തടുത്ത ലെവലുകൾ, ലെവൽ 4, 5 ഇങ്ങനെ പടികളായി കയറി നമ്മൾക്ക് ഒരു ആർക്കിടെക്റ്റ് എന്ന ഒരു പദവിയിൽ വരെ എത്താനുള്ള സൗകര്യം ഈ പഠന ശൃംഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി നേടാനുള്ള വഴികൾ ധാരാളമുണ്ട്. ഇതിന് NSQFൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകതയാണ് അന്തർദേശീയ അംഗീകാരം. നമ്മൾ UK സ്റ്റാൻഡേർഡുമായിട്ടാണ് നമ്മുടെ കോഴ്സിൻ്റെ കമ്പയറബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ദേശീയമായി മാത്രമല്ല വിദേശത്തും നമ്മുടെ കോഴ്സിന് അംഗീകാരമുണ്ട്. അതിനനുസരിച്ച് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത കോഴ്സ് നമ്മുടെ അഗ്രികൾച്ചറൽ കോഴ്സുകളാണ്. അതിൽ ഒന്നാമത്തേത് FOC ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ എന്ന കോഴ്സാണ്. പുഷ്പകൃഷിയും പുഷ്പാലങ്കാരത്തെക്കുറിച്ചുള്ള കോഴ്സാണ്. അതിനെക്കുറിച്ചുള്ളതാണ് അടുത്ത വീഡിയോ. FOC. ഭാരത സർക്കാരിൻ്റെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സമഗ്ര ശിക്ഷാ പദ്ധതി മുഖാന്തരം പൊതുവിദ്യാഭ്യാസ രംഗത്ത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ തൊഴിൽ പഠനം നിർബന്ധമാക്കി നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വിവിധ മേഖലകളിലെ തൊഴിൽ സ്വഭാവം അനുസരിച്ച് ദേശീയ നൈപുണ്യ യോഗ്യതാ ചട്ടക്കൂട് നിഷ്കർഷിക്കുന്ന സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ടാണ് തൊഴിൽ പഠന മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദേശീയ നൈപുണ്യ ചട്ടക്കൂട് നിഷ്കർഷിച്ചിട്ടുള്ള വിവിധ കോഴ്സുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ അനുവദിക്കപ്പെട്ടവയിൽ അഗ്രികൾച്ചർ സെക്ടറിൽ അനുവദിക്കപ്പെട്ട ഒരു കോഴ്സാണ് ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ. ഫ്ലോറികൾച്ചർ എന്നാൽ അലങ്കാര സസ്യങ്ങളുടെയും പുഷ്പവിളകളുടെയും പരിപാലനവും വിപണനവും ആണ്. ഒട്ടേറെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും മരുന്നുകളുടെയും അടിസ്ഥാന അസംസ്കൃത വസ്തുക്കളായും ഇത്തരം പുഷ്പങ്ങളും ഇലകളും ഉപയോഗിച്ചു വരുന്നുണ്ട്. തുറസായ സ്ഥലങ്ങളിലേക്ക് പുഷ്പകൃഷിക്ക് അനുയോജ്യമായ പുഷ്പവിളകൾ ജമന്തി, റോസ്, ചെണ്ടുമല്ലി, ആസ്റ്റർ, ഗ്ലാഡിയോലസ്, മുല്ല, ട്യൂബ്രോസ് മുതലായവയാണ്. ഒരു ഫ്ലോറികൾച്ചറിസ്റ്റിന് പുഷ്പകൃഷിയുമായി ബന്ധപ്പെട്ട് ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രാദേശിക പുഷ്പവിളകൾ തിരഞ്ഞെടുക്കുന്നതിനും നിലമൊരുക്കൽ, നഴ്സറി നിർമ്മാണം, നടീൽ, ജലസേചനം, പ്രത്യേക പരിചരണ മുറകൾ, രോഗകീട നിയന്ത്രണം മുതലായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിനും സാധിക്കും. ഇവയ്ക്ക് പുറമെ വിളവെടുപ്പ്, സംസ്കരണം, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, മാർക്കറ്റിംഗ് മുതലായ സംവിധാനങ്ങളിലും ഒരു ഫ്ലോറികൾച്ചറിസ്റ്റ് ഇടപെടലുകൾ നടത്തേണ്ടി വരും. ഇവയ്ക്കെല്ലാം സഹായകരമായ വിധത്തിലാണ് ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ എന്ന കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ഈ കോഴ്സിൽ എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. പാർട്ട് എയിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന വിഷയത്തിന് കീഴിൽ 5 യൂണിറ്റുകളിലായി ഒരു തൊഴിൽ നേടുന്നതിനാവശ്യമായ ആശയവിനിമയ ശേഷി വികസനം അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ലുകൾ, വിവര സാങ്കേതിക വിദ്യാ നൈപുണികൾ അഥവാ ICT സ്കിൽസ്, സംരംഭകത്വ വികസന ശേഷി നൈപുണികൾ, വിവിധ സംരംഭങ്ങളിലെ ഹരിതവൽക്കരണ ശേഷി വികസനം അഥവാ ഗ്രീൻ സ്കിൽസ് എന്നിവയും പാർട്ട് ബിയിൽ ഫ്ലോറികൾച്ചറിസ്റ്റിന് ആവശ്യമായ നൈപുണികളും പഠിതാക്കളിൽ എത്തിക്കുന്നു. കൂടാതെ +2 ബയോളജി സയൻസ് വിഷയങ്ങളായ
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയും ഇതോടൊപ്പം പഠിക്കുന്നു. മേൽപ്പറഞ്ഞ നൈപുണികൾ പഠിതാക്കളിൽ എത്തിക്കാനായി പ്രധാനമായ ക്ലാസ് റൂം പഠന രീതിക്ക് പുറമെ ലാബുകളിലെയും തൊഴിലിടങ്ങളിലെ സന്ദർശനങ്ങളിലെയും പ്രവൃത്തി പരിചയം സഹായിക്കുന്നു. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന വളരെ കാര്യക്ഷമമായ തൊഴിൽ പരിശീലനങ്ങൾ തൊഴിൽ ദാതാക്കൾക്ക് കർമ്മശേഷിയും കാര്യഗൗരവമുള്ള തൊഴിലാളികളെ കണ്ടെത്താൻ ഉതകുന്ന ഒരു നിർബന്ധിത പഠന പ്രവർത്തനമാണ്. കൂടാതെ എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ എന്ന പഠന പ്രവർത്തനത്തിലൂടെ അതാത് മേഖലയിൽ വിദഗ്ധരായവരുടെ അനുഭവജ്ഞാനം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ ഏറെ സഹായകരമാണ്. ഓരോ മേഖലയിലും ഇന്ന് നിലനിൽക്കുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾ നേരിട്ട് കാണാനും അവയുടെ സാധ്യതകൾ മനസ്സിലാക്കുവാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവ എങ്ങനെ തരണം ചെയ്യണമെന്നും മനസ്സിലാക്കാനായി ഓരോ വർഷവും 3 വീതം ഫീൽഡ് സന്ദർശനങ്ങൾ അഥവാ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നടത്തുന്നു. മൂല്യനിർണ്ണയവും സർട്ടിഫിക്കേഷനും. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതും. ഇതിനു പുറമെ വിദ്യാർത്ഥികൾ പഠിച്ച സ്കിൽ വിഷയത്തിൽ ഒരു പ്രായോഗിക പരീക്ഷ കൂടി ഉണ്ടാകും. ഇത് അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുന്ന അസസർമാരാണ് നടത്തുന്നത്. ഇതിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി മിനിമം 7000 രൂപയുടെ സ്റ്റൈഫൻഡോട് കൂടി ഇവർക്ക് വ്യത്യസ്ത തൊഴിൽശാലകളിൽ അപ്രന്റീസ് ട്രെയിനിങ് ലഭിക്കുന്നതിനുള്ള അവസരവും നിലനിൽക്കുന്നു. ഉപരിപഠന സാധ്യതകൾ. ഈ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞ് ചെയ്യാവുന്ന എല്ലാ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc ബോട്ടണി, BSc സുവോളജി, BA, BCom, ഫാഷൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, BPharm, LLB, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, DPharm, BSc നഴ്സിംഗ്, BSc MLT. ഇത് കൂടാതെ എൻട്രൻസ് പരീക്ഷയിലൂടെ MBBS, BHMS, BAMS, BDS, BSc അഗ്രികൾച്ചർ, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കൂടാതെ കേരള കാർഷിക സർവകലാശാല നടത്തുന്ന സ്വാശ്രയ കോഴ്സുകളായ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോടെക്നോളജി, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ക്ലൈമാറ്റിക് ചേഞ്ച് അഡാപ്റ്റേഷൻസ് എന്നീ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അഗ്രികൾച്ചർ വിഷയങ്ങളിൽ വൊക്കേഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരള കാർഷിക സർവകലാശാല നീറ്റ് വഴി നേടുന്ന BSc അഗ്രികൾച്ചർ കോഴ്സിന് 6 സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കാർഷിക സർവകലാശാല നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ കോഴ്സിന് 20% സീറ്റ് അഗ്രികൾച്ചർ കോഴ്സുകൾ വൊക്കേഷണൽ വിഷയങ്ങളായി +2 തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അഡീഷണലായി മാത്തമാറ്റിക്സ് ചെയ്യേണ്ടവർക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഓപ്പൺ സ്കൂൾ സംവിധാനമായ സ്കോൾ കേരള വഴി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇങ്ങനെ ചെയ്ത് മാത്തമാറ്റിക്സ് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൊഴിൽ സാധ്യതകൾ. ഫ്ലോറികൾച്ചറിസ്റ്റ് എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള മറ്റ് ജോലി സാധ്യതകൾ ഫാർമർ ട്രെയിനർ, ഫാം സൂപ്പർവൈസർ, ഫ്ലോറിസ്റ്റ്, ഫ്ലോറൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, പ്ലാന്റ് നഴ്സറി സൂപ്പർവൈസർ, ഇൻറ്റീരിയർ ഡിസൈനർ, ഫ്ലോറികൾച്ചർ ആൻഡ് ഗാർഡൻ ബ്ലോഗർ ഓർ ബ്ലോഗർ, അർബൻ ഗാർഡൻ ഡിസൈനർ, ഓൺലൈൻ പ്ലാന്റ് മാർക്കറ്റിംഗ്, പ്ലാന്റ്സ് ഓൺ റെന്റ്, സ്റ്റേജ് ഡെക്കറേഷൻ. Join NSQF course Floriculturist Open Cultivation. Learn a skill along with your higher secondary education and make your future secure. അടുത്ത കോഴ്സ്
ORG ആണ്, ഓർഗാനിക് ഗ്രോവർ, അതായത് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. അതിനെക്കുറിച്ചുള്ളതാണ് അടുത്ത വീഡിയോ. പഠന മേഖല. ജൈവ കർഷകൻ ജൈവ കൃഷിയിലൂടെ വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഉപഭോക്താവിന് സുരക്ഷിതമായ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജൈവ കൃഷിക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ജൈവിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ധാരാളം സാധ്യതകളുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ, ജൈവ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് എത്തിക്കുന്നതെങ്ങനെ, ജൈവ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, ജൈവ സർട്ടിഫിക്കേഷൻ, ഈ മേഖലയിലെല്ലാം ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ PKVY, അപ്പേഡ, ടീ ബോർഡ്, കോഫി ബോർഡ് മുതലായ സർക്കാർ സംവിധാനങ്ങളും നിലവിലുണ്ട്. തൊഴിൽ സ്വഭാവം. ഒരു ഓർഗാനിക് ഗ്രോവറിന് ജൈവ കൃഷിയിലൂടെയുള്ള വിള ഉൽപാദനം, ജൈവ രീതിയിൽ അവലംബിക്കേണ്ട കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ, കള നിയന്ത്രണ മാർഗങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധനവ്, ലേബലിംഗ്, സംഭരണ രീതികൾ, ജൈവ സർട്ടിഫിക്കേഷനുള്ള മാർഗങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കും. ഇവയ്ക്കു പുറമെ ഒരു കൃഷിയിടത്തിനെ എങ്ങനെ പൂർണ്ണമായും ജൈവ രീതിയിലേക്ക് ഘട്ടം ഘട്ടമായി മാറ്റിയെടുക്കാം, ഒരു പുതിയ ജൈവ ബ്രാൻഡ് എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നിവയെക്കുറിച്ചും ഓർഗാനിക് ഗ്രോവറിന് ധാരണയുണ്ടായിരിക്കും. കോഴ്സ് ഘടന. ക്ലാസ് 11 പാർട്ട് എയിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന വിഷയത്തിന് കീഴിൽ 5 യൂണിറ്റുകളായി ഒരു തൊഴിൽ നേടുന്നതിനാവശ്യമായ ആശയവിനിമയ ശേഷി വികസനം, സെൽഫ് മാനേജ്മെന്റ് സ്കില്ലുകൾ, വിവര സാങ്കേതിക വിദ്യാ നൈപുണികൾ, സംരംഭകത്വ വികസന ശേഷി നൈപുണികൾ, വിവിധ സംരംഭങ്ങളിലെ ഹരിതവൽക്കരണ ശേഷി വികസനവും അഥവാ ഗ്രീൻ സ്കിൽസ് എന്നിവയും പാർട്ട് ബിയിൽ ഓർഗാനിക് ഗ്രോവറിന് ആവശ്യമായ നൈപുണികളും പഠിതാക്കളിൽ എത്തിക്കുന്നതാണ്. ക്ലാസ് 12 പാർട്ട് എയിൽ ആദ്യ വർഷത്തിന്റെ തുടർച്ചയായ പൊതു തൊഴിൽ നൈപുണികളും പാർട്ട് ബിയിൽ പ്രത്യേക തൊഴിൽ നൈപുണികളും നൽകുന്നു. എക്സ്പേർട്ട് ഇന്ററാക്ഷൻ. അതത് മേഖലയിൽ വിദഗ്ധരായവരുടെ അനുഭവജ്ഞാനം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഏറെ സഹായകരമാണ്. ഓരോ മേഖലയിലും ഇന്ന് നിലനിൽക്കുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾ നേരിട്ട് കാണാനും അവയുടെ സാധ്യതകൾ മനസ്സിലാക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവ എങ്ങനെ തരണം ചെയ്യുന്നുവെന്നും മനസ്സിലാക്കാനായി ഓരോ വർഷവും 3 വീതം ഫീൽഡ് സന്ദർശനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ നടത്തുന്നു. മൂല്യനിർണ്ണയവും സർട്ടിഫിക്കേഷനും. കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് നൽകുന്നതും. ഇതിനു പുറമെ വിദ്യാർത്ഥികൾ പഠിച്ച സ്കിൽ വിഷയത്തിൽ ഒരു പ്രായോഗിക പരീക്ഷ കൂടി ഉണ്ടാകും. ഇത് അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുന്ന അസസർമാരാണ് നടത്തുന്നത്. ഇതിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഗ്രികൾച്ചർ സെക്ടർ സ്കിൽ കൗൺസിൽ നൽകുന്ന അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. NAPS നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി മിനിമം 7,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി ഇവർക്ക് വ്യത്യസ്ത തൊഴിൽശാലകളിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭിക്കുന്നതിനുള്ള അവസരവും നിലനിൽക്കുന്നു. ഉപരിപഠന സാധ്യതകൾ. ഈ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞ് ചെയ്യാവുന്ന എല്ലാ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. BVoc ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്, BSc ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, BA or BCom ഫാഷൻ ടെക്നോളജി, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, BPharm, LLB, ഹോട്ടൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, DPharm, BSc നഴ്സിംഗ്, BSc MLT. ഇതുകൂടാതെ
എൻട്രൻസ് പരീക്ഷയിലൂടെ MBBS, BHMS, BAMS, BDS, BSc Agriculture, Bachelor of Veterinary Science, Bachelor of Physiotherapy കൂടാതെ കേരള കാർഷിക സർവകലാശാല നടത്തുന്ന സ്വാശ്രയ കോഴ്സുകളായ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോടെക്നോളജി, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ക്ലൈമാറ്റിക് ചേഞ്ച് അഡാപ്റ്റേഷൻസ് എന്നീ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ അഗ്രികൾച്ചർ വിഷയങ്ങളിൽ വൊക്കേഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരള കാർഷിക സർവകലാശാല നീറ്റ് വഴി നേടുന്ന BSc അഗ്രികൾച്ചർ കോഴ്സിന് 6 സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരള കാർഷിക സർവകലാശാല നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ കോഴ്സിന് 20% സീറ്റ് അഗ്രികൾച്ചർ കോഴ്സുകൾ വൊക്കേഷണൽ വിഷയങ്ങളായി +2 തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ മാത്തമാറ്റിക്സ് കേരള ഗവൺമെന്റിന്റെ ഓപ്പൺ സ്കൂൾ സംവിധാനമായ സ്കോൾ കേരള വഴി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇങ്ങനെ ചെയ്ത മാത്തമാറ്റിക്സ് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓർഗാനിക് ഗ്രോവർ എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള തൊഴിൽ സാധ്യതകൾ താഴെ പറയുന്നതാണ്: ഓർഗാനിക് ഫാമർ, ഓർഗാനിക് ഫാം മാനേജർ, ഓർഗാനിക് മാനുവർ പ്രൊഡ്യൂസർ, ഓർഗാനിക് സർട്ടിഫൈയിങ് ഏജന്റ്, ഓർഗാനിക് എക്സ്പോർട്ടർ, ഓർഗാനിക് നഴ്സറി മാനേജർ, ഓർഗാനിക് ഫാം ഡിസൈനർ, ഓർഗാനിക് ഫീൽഡ് സൂപ്പർവൈസർ, ഓർഗാനിക് ഇൻപുട്ട് സപ്ലയർ, ഓർഗാനിക് കൺസൾട്ടന്റ്, ഓർഗാനിക് പ്രോഡക്ട്സ് സെയിൽസ് ഔട്ട്ലെറ്റ്, ബയോ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ, ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ടർ. കേരളത്തിൽ അഭ്യസ്ത വിദ്യർ ധാരാളം ഉണ്ടെങ്കിലും തൊഴിൽ നൈപുണ്യമുള്ളവരുടെ ക്ഷാമം രൂക്ഷമാണ്. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനൊപ്പം അന്താരാഷ്ട്ര അംഗീകാരമുള്ള സ്കിൽ സർട്ടിഫിക്കറ്റും നേടാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ 5ാമത്തെ കോഴ്സാണ് FHW, അതായത് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. അതിനെക്കുറിച്ചുള്ളതാണ് അടുത്ത വീഡിയോ. കേരള ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSC വിഭാഗം കോഴ്സുകളെല്ലാം 2020-21 അധ്യയന വർഷം മുതൽ നൂതനവും ദേശീയ അംഗീകാരവുമുള്ള NSQF കോഴ്സുകളായി മാറ്റിയിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിൽ ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലിൽ വരുന്ന അലൈഡ് ആൻഡ് പാരാമെഡിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന 30ഓളം ക്വാളിഫിക്കേഷൻ പാക്കേജുകളിലെ മികച്ച കോഴ്സുകളിൽ ഒന്നാണ് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ അഥവാ FHW. Front line health workers are healthcare workers that provide routine and essential services in medical practice. പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ ഈ കാലഘട്ടത്തിൽ സമൂഹത്തെയും ആരോഗ്യ മേഖലയെയും ബന്ധിപ്പിക്കുക എന്ന നിർണായകമായ ഉത്തരവാദിത്വമാണ് ഒരു ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കറിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഭാഗമായതിനാൽ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സ് കഴിഞ്ഞവർക്ക് വൈവിധ്യമാർന്ന തൊഴിലിടങ്ങളിലേക്ക് സാധ്യതയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കാറ്റഗറിയിൽപ്പെടുന്ന അസിസ്റ്റൻസ്, ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്, റിസപ്ഷനിസ്റ്റ് എന്നിവയും ഡയറക്റ്റ് കെയർ വിഭാഗത്തിൽപ്പെടുന്ന എമർജൻസി ടെക്നീഷ്യൻസ്, നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി എയ്ഡ് പ്രൊവൈഡേഴ്സ്, സാമൂഹിക ആരോഗ്യ വിഭാഗത്തിൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർമാർ, ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ, മാനസികാരോഗ്യ രംഗത്ത് മെന്റൽ ഹെൽത്ത് കൗൺസിലർ, ആന്റി ഡ്രഗ് അബ്യൂസ് കൗൺസിലർ എന്നിവയും ഇതിനുദാഹരണങ്ങളാണ്. ഒരു കോഴ്സ് കഴിയുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ആർജിക്കേണ്ട അറിവുകൾ, നൈപുണികൾ എന്നിവയാണ് NOS അല്ലെങ്കിൽ നാഷണൽ ഒക്യുപേഷണൽ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
30ഓളം നാഷണൽ ഒക്യുപേഷണൽ സ്റ്റാൻഡേർഡ്സ് അടങ്ങിയിട്ടുള്ള ആഗോളതലത്തിൽ സ്വീകാര്യമായ സിലബസ് ആണ് FHW കോഴ്സിന്റേത്. ദേശീയ ആരോഗ്യ ദൗത്യം പോലുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി പങ്കെടുക്കാവുന്ന രീതിയിൽ ഒരു ഹെൽത്ത് കൗൺസിലർ എന്ന മാതൃകയിലാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. FHW കോഴ്സിലെ ജോബ് റോളുകൾ കൂടുതൽ വിശദമാക്കുമ്പോൾ സാമൂഹിക ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി പങ്കെടുക്കുക, ആരോഗ്യ കൗൺസിലർമാരായി പ്രവർത്തിക്കുക, കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമുകൾ, ജീവിതശൈലി രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുക, ചൈൽഡ് കെയർ പ്രോഗ്രാമുകൾ, ആന്റിനേറ്റൽ പോസ്റ്റ് നേറ്റൽ കൗൺസിലിംഗ് എന്നിവയും ഉൾപ്പെടുന്നു. ഹയർ സെക്കൻഡറി സ്ട്രീമും NSQF വിഷയവും ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതി ആയതിനാൽ FHW കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനോടൊപ്പം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട സ്കിൽ സർട്ടിഫിക്കറ്റ് അഥവാ നൈപുണി സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നു. FHW കോഴ്സിൽ ഹയർ സെക്കൻഡറി സയൻസ് കോമ്പിനേഷൻ നൽകിയിട്ടുള്ളതിനാൽ വൊക്കേഷണൽ വിഷയവും ED എന്ന വിഷയവും കൂടാതെ ഹയർ സെക്കൻഡറി സയൻസ് വിഷയങ്ങളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ പഠിക്കുമ്പോൾ തന്നെ മാത്തമാറ്റിക്സ് ഒരു നിർബന്ധിത വിഷയമല്ല എന്ന സവിശേഷത കൂടി ഈ പാഠ്യപദ്ധതിക്കുണ്ട്. ഉപരിപഠന സാധ്യതകൾ ജനറൽ സ്ട്രീം. കോഴ്സിന്റെ കോമ്പിനേഷൻ സയൻസ് വിഷയങ്ങൾ ആയത് കാരണം BA, BSc, BCom തുടങ്ങിയ ബിരുദ കോഴ്സുകൾ ചെയ്യുവാനും അലൈഡ് ഹെൽത്ത് വിഷയങ്ങളായ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. നീറ്റ് പോലുള്ള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾ എഴുതുവാനും ഇതുവഴി മെഡിക്കൽ കോഴ്സുകളിൽ ഉപരിപഠനം നടത്താനും അവസരങ്ങളുണ്ട്. ഉപരിപഠന സാധ്യതകൾ ഹെൽത്ത് കെയർ സ്ട്രീം. FHW കോഴ്സിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലൈഡ് ഹെൽത്ത് കെയർ ആൻഡ് പാരാമെഡിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന നഴ്സിംഗ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ ഏത് പാരാമെഡിക്കൽ ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട കോഴ്സുകളായ JHI, ANM, GNM എന്നിവ മികച്ച ഉപരിപഠന സാധ്യതകളാണ്. NSQF പ്രകാരം ആരംഭിച്ചിട്ടുള്ള BVOC കോഴ്സുകളിലേക്കുള്ള മുൻഗണന ലഭിക്കുവാനും ഈ കോഴ്സ് പൂർത്തിയാക്കുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം സ്കൂൾ പാഠ്യപദ്ധതിയിൽ നൈപുണി കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൂടുതൽ ജോലികൾക്ക് NSQF സർട്ടിഫിക്കറ്റുകൾ അടിസ്ഥാന യോഗ്യതയായി ശുപാർശ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറി യോഗ്യതയോടൊപ്പം ഹെൽത്ത് കെയർ വിഭാഗത്തിൽ ദേശീയ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുവാൻ ഈ FHW കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് വഴി വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു. നമ്മുടെ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്നതിനുള്ള വീഡിയോസിൻ്റെ പ്രദർശനം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന ചടങ്ങാണ്. അതിലേക്കായി നമ്മുടെ VHSCയിലെ ഏറ്റവും പ്രിയങ്കരിയായ അധ്യാപിക ആശ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട പാരൻസ്, എൻ്റെ വിദ്യാർത്ഥികളെ, നവീനം 2020 VHSC കോഴ്സുകളെക്കുറിച്ചുള്ള അവെയർനെസ് പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആമുഖ പ്രസംഗം നടത്തിയ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മുരളി സാർ ഈ സ്കൂളിലെ പ്രവർത്തന രീതികളെക്കുറിച്ചും നിങ്ങളോട് സംസാരിച്ചു. ഇനിയും നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും ഗൂഗിൾ മീറ്റ് വഴി വിശദമായിട്ടുള്ള ക്ലാസ് ടീച്ചർമാരെ പരിചയപ്പെടുത്തൽ മുതലായ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും. ഇന്ന് ഈ പരിപാടിയിൽ കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ കൃതജ്ഞത പറയുന്നത്
ഈ പരിപാടിയുടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി ജ്യോതിലക്ഷ്മി ടീച്ചറാണ്. ടീച്ചർ ഈ സ്കൂളിലെ കരിയർ മാസ്റ്ററുമാണ്. ഈ പരിപാടി ഭംഗിയായി നടത്തിയ ടീച്ചറിന് ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി എനിക്ക് കൃതജ്ഞത പറയാനുള്ളത് അധ്യക്ഷ പ്രസംഗം നടത്തിയ ഈ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി രാജലക്ഷ്മി ടീച്ചറിനോടാണ്. ടീച്ചറിനെ എൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമുക്ക് ആമുഖ പ്രസംഗം നടത്തിയതിലൂടെ മുരളി സാർ കോഴ്സുകളെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു. ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ ഞാൻ സാറിനോട് നന്ദി പറയുകയാണ്. സ്കൂളിൻ്റെ പേരിൽ നന്ദി പറയുന്നു. പിന്നീട് ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ എസ് രാജേഷാണ്. സാറിനും ഞാൻ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അവസാനമായി ഈ പ്രോഗ്രാമുകൾ സന്തോഷത്തോടെ ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന രക്ഷകർത്താക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ദേശീയഗാനം ആലപിക്കുന്നതിനായി ആതിര അജിയെ ക്ഷണിക്കുന്നു. സഞ്ചരിക്കുന്നു.